നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ടൈറ്റാനിക്, ആ പേര് കേൾക്കാത്തവർ ഇല്ല, ആ കഥ അറിയാത്തവർ ചുരുക്കം. 1912 ഏപ്രിൽ 10 യാത്ര പുറപ്പെട്ട് മൂന്നാം പക്കം ഒരു പടുകൂറ്റൻ മഞ്ഞുമലയിൽ ഇടിച്ചു തകർന്ന് നടുപൊട്ടി മുങ്ങിയ ടൈറ്റാനിക്. ആദ്യ യാത്ര തന്നെ അന്ത്യയാത്രയായി മാറിപ്പോയ വിധിയുടെ തുരുമ്പെടുത്ത അടയാളം. കാലത്തിലും അനുഭവത്തിലും ഓർമ്മയിലും തറഞ്ഞുപോയ നങ്കൂരം. കടൽ കൈവിടാത്ത കപ്പൽ. ചരിത്രത്തിലെ നായകനിൽ നിന്നും ഒരൊറ്റ രാത്രി കൊണ്ട് ദുരന്ത നായകനായി മാറിയ ടൈറ്റാനിക്കിനുമുണ്ട് ഒരു കഥ. പറയാൻ അധികം ആരും അറിയാത്ത കഥകൾ ബാക്കിയാണ്. ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും ടൈറ്റാനിക് വാർത്തകളിൽ ഇടം നേടുകയാണ്. മഞ്ഞുമല ഇടിച്ച് തകർന്നിട്ട് വർഷങ്ങളായിട്ടും വീണ്ടും വാർത്തകളിൽ ഇടം പിടിക്കുകയാണ് ടൈറ്റാനിക്. 1912 ഏപ്രിൽ 15 കടലിന്റെ ആഴങ്ങളിലേക്ക് പോയ ടൈറ്റാനിക് ഇപ്പോഴും കടലിന്റെ അഗാധ ഗർത്തങ്ങളിലുണ്ടത്രേ. ഇപ്പോഴിതാ ടൈറ്റാനിക് അവശിഷ്ടത്തിൽ അന്തർവാഹിനി ചെന്നിടിച്ചതാണ് പുതിയ സംഭവം. എയോസ് പര്യവേഷണത്തിന്റെ ഭാഗമായി ട്രൈറ്റൻ എന്ന അന്തർവാഹിനിയാണ് ടൈറ്റാനിക്കിന് അടുത്തെത്തിയതും അതിന്റെ ഏറ്റവും പുതിയ ചിത്രങ്ങൾ പകർത്തിയതും. ഈ അന്തർവാഹിനി ടൈറ്റാനിക് അവശിഷ്ടത്തിൽ ഇടിച്ചെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ടൈറ്റാനിക്കിന്റെ മുൻഭാഗത്തിന് വലതുവശത്ത് ഇടിച്ചതായി ട്രൈറ്റൻ സംഘവും സമ്മതിച്ചു. അതിശക്തമായ അടിയൊഴുക്കും മറ്റും കാരണം നിയന്ത്രണം വിട്ട അന്തർവാഹിനി കപ്പലിൽ ഇടിക്കുകയായിരുന്നെന്നും അവർ വ്യക്തമാക്കുന്നു. 40 വർഷത്തിനകം ടൈറ്റാനിക് പൂർണ്ണമായും കടലിനടിയിൽ നിന്ന് മാഞ്ഞു പോകുമെന്ന് പരിവേഷക സംഘം വ്യക്തമാക്കുന്നു. ലോഹങ്ങൾ തിന്നു തീർക്കുന്ന ബാക്ടീരിയകൾ കപ്പലിന്റെ മിക്ക ഭാഗങ്ങളും നശിപ്പിച്ചു കഴിഞ്ഞു. കപ്പൽ ക്യാപ്റ്റനായിരുന്ന എഡ്വേർഡ് സ്മിത്തിന്റെ ആഡംബര ബാത്ത് ടബ് പൂർണ്ണമായും അവ തിന്നു തീർത്തെന്നും സംഘം വെളിപ്പെടുത്തുന്നു. ടൈറ്റാനിക്കിനെ കുറിച്ചുള്ള ഇത്തരത്തിലുള്ള വാർത്തകൾ അവസാനിക്കുന്നില്ല. നിഗൂഢതകൾ ബാക്കിയാക്കി ഇനി എന്തൊക്കെ നിഗൂഢതകളാണ് അതിനകത്തുള്ളതെന്നും അറിയാൻ വയ്യ. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.